നമുക്ക് ബാറ്ററി ഇല്ലാതെയും എങ്ങനെ ടാബ് ഓൺ ആക്കാം എന്നാണ് പറയുന്നത്. അതിനാദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 കണക്ടർ പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇങ്ങോട്ട് പാടാം, ഇതിന്മേൽ കണക്റ്റായി ഇതിന്മേൽ നമ്മൾ കണക്റ്റ് ആക്കണം, നെഗറ്റീവും പോസിറ്റീവും. അങ്ങനെ അത് കണക്ട് ചെയ്ത് എന്നിട്ട് എന്ത് ചെയ്യണം, ബാറ്ററി ഇവിടെ നിന്ന് മാറ്റി വെച്ചേക്കണം, ബാറ്ററിൻ്റെ കണക്ഷൻ മാറ്റി വെച്ചേക്കണം. എന്നിട്ട് ഇതിങ്ങനെ പിടിച്ച് ഇവിടെ ഓണാക്കുക. ഇതൊക്കെ കേട്ടോ, ഇതിൻ്റെ കണക്ഷൻ നേരെ ഇങ്ങോട്ടാണ്. ഓണാക്കുന്ന സമയത്ത് ഇവിടെ റീഡിങ് എടുക്കുന്നുണ്ടാകും. അപ്പോൾ ഇവിടെ ഓണായി. പോയാ എന്താ പോയി, ഇളകി അവിടുന്ന് കണക്ഷൻ പോകുന്നു. കണ്ട, ഈ കണക്ഷൻ ഇവിടുന്ന് പോകുന്നു. ഇതൊന്ന് ശരിക്കിട്ട് കൊടുക്കട്ടെ എന്തായാലും. അങ്ങനെ ആ 2 സ്ഥാനത്തും ഞാനൊരു സിൽവർ ടൈപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓണാക്കി വെക്കാം. അങ്ങനെ ഓൻ്റെ കളി നമ്മളെടുത്ത് നടക്കില്ല. അത് ഓണായി. എന്തൊരു കഷ്ടമാണ്. അപ്പോൾ തന്നെ അവിടെയും ഇവിടെയും തട്ടിക്കാണ്ട് ഓഫാവണം. ഓണായി. യെസ്, ഇപ്പോൾ ഓണായി, ഇപ്പോൾ സെറ്റ്. അത് 2 അവിടെ ഉണ്ട്. റീഡിങ് കണ്ടോ, റീഡിങ് എടുക്കുന്നു. ഇത് ഓണായി വരുന്ന പോലെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഓണായി വരും. അപ്പോൾ നമുക്കിത് ബാറ്ററി ഇല്ലാതെ കേട്ടോ അത് ഓണാവുന്നത്. ഈ 2 കണക്ഷൻ നെഗറ്റീവും പോസിറ്റീവും. അപ്പോൾ ടാബും ചില മൊബൈലുകൾ മാത്രമേ പറ്റുള്ളൂ, എല്ലാ മൊബൈലും പറ്റില്ല, ചില മൊബൈലുകൾ മാത്രം. അപ്പോൾ ഇത് ഓണായി വന്ന് നമുക്ക് എന്താണ്, വർക്കിംഗ് ആണോ വർക്കിംഗ് അല്ല, എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഓണായി വാടാ. ഹീറ്റ്സെറ്റ് പുതിയൊരു കമ്പനിയാണ് എന്തായാലും. എവിടെ സെക്കൻഡ് ബൂട്ട് കഴിഞ്ഞ് അത് ഓണായി. യെസ്, അത് ഓണായി വന്നിട്ടുണ്ട്. കണ്ടോ, ഓണായി എല്ലാം സെറ്റ് വർക്കിംഗ് ആണ്. 100% ചാർജും ഉണ്ട് കേട്ടോ. ഇവിടെ റീഡിംഗ് ഉണ്ട്. ഇവിടെ കണക്ഷൻ ഓക്കെയാണ്. കണക്ഷൻ ബാറ്ററി കണക്ഷൻ അല്ല, നമ്മളെ പവർ DC സപ്ലൈ ആണ്. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ഫോൺ ഓണാകുന്നത്. അപ്പോൾ DC നമുക്ക് ഓണാക്കാം. അപ്പോൾ ഓക്കെ, ബൈ.